ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്. ഒരു നീറ്റ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചാപ്റ്റർ ആണ്. എങ്ങനെ പോലും ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ രണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ്. അപ്പോൾ ഈ വരുന്ന റീനീറ്റ് അത് 21-ാം തീയതിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അതിന് നമുക്ക് ഈ ചാപ്റ്റർ ഒന്ന് സെറ്റ് ആക്കിയാലോ. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. എന്താണ് ആദ്യത്തെ ഐഡിയ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്? ഫസ്റ്റ് നമുക്ക് പറയാനുള്ളത് എന്താണ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ ഒരു വേവ് ഫോം ഒക്കെ ഞാൻ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് എന്താണ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞത്? ഡയറക്റ്റ് കറണ്ടിൽ നിന്നും അതിലേക്കുള്ള വ്യത്യാസം എന്താണ്? അപ്പോൾ ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതിന്റെ ഡെഫിനിഷൻ ബേസിക്കലി ഇത്രേ ഉള്ളൂ: എ കറണ്ട് whose magnitude changes continuously and direction changes periodically. ഇത്തരത്തിലുള്ള കറണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആൾട്ടർനേറ്റിംഗ് കറണ്ട്. അതായത് ഓരോ ഇൻസ്റ്റന്റും അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാറിക്കൊണ്ടിരിക്കും, ഡയറക്ഷൻ എങ്ങനെ മാറുള്ളൂ? പീരിയോഡിക്കലി മാത്രമേ ചേഞ്ച് ചെയ്യുള്ളൂ. അത്തരത്തിലുള്ള കറണ്ടുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ വേവ് ഫോം ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിന് ഇക്വേഷൻ രൂപത്തിൽ റെപ്രസെന്റ് ചെയ്യുക? നമുക്കറിയാലോ. ഇപ്പോൾ ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആണ് കേൾക്ക്, ശ്രദ്ധിക്കൂ കേട്ടോ. എന്താണ് ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ്? ഇപ്പോൾ സപ്പോസ് ഒരു ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആണെന്ന് വിചാരിക്കും. അത് സിനുസോയിഡലി വേരി ചെയ്യുന്ന ഒരു വോൾട്ടേജ്. അതിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയാണ് V=V0 sin ωt. ഇനി ഇതൊരു ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആണെങ്കിലോ, ശ്രദ്ധിക്കൂ കേട്ടോ. ഇതൊരു ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആണെങ്കിൽ ഇതിനെ നമ്മൾ എങ്ങനെയാണ് പറയുക? ഇതൊരു ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആണെങ്കിൽ എന്താണ്? എന്താണ്? I0 sin ωt എന്നുള്ള രീതിയിലാണ് നമ്മൾ എഴുതുക. അപ്പോൾ ദിസ് ഇസ് ദി ഇക്വേഷൻ ഫോർ ആൻ ആൾട്ടർനേറ്റിംഗ് കറണ്ട്. ഓക്കെ. അപ്പോൾ ഇതിൽ ഓരോ ടേമുകളും ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ഐ എന്ന് പറയും, ഞാൻ പറഞ്ഞല്ലോ, ബേസിക്കലി ഞാൻ പറഞ്ഞല്ലോ ഈ കറണ്ടിന്റെ പ്രത്യേകത എന്താ? ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ഓരോ ഇൻസ്റ്റന്റിലും മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ ഐനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻസ്റ്റന്റേനിയസ് കറണ്ട്. എന്താണ് അതിന്റെ പേര്? ഇൻസ്റ്റന്റേനിയസ് കറണ്ട്. ദെൻ I0 എന്ന് പറയുന്നതാണ് പീക്ക് വാല്യൂ ഓഫ് കറണ്ട്. അപ്പോൾ മനസ്സിലാക്കുക, ഇതെന്താണ്? ഐ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻസ്റ്റന്റേനിയസ് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ. ഈ I0നെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? പീക്ക് വാല്യൂ. പീക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ ആൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ ഏറ്റവും മാക്സിമം വാല്യൂ. ഇപ്പൊ ഇതിൽ കണ്ടു കഴിഞ്ഞാൽ VM എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതെന്താണ്? V0 നമ്മളത് പ്രകാരം. ഓക്കെ. പിന്നെ ഒമേഗേനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ആംഗുലർ ഫ്രീക്വൻസി. ഒമേഗേനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ആംഗുലർ ഫ്രീക്വൻസി. അപ്പോൾ നിങ്ങൾ ഈ ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഇക്വേഷൻ ഇപ്പോൾ മനസ്സിലായല്ലോ. I=I0 sin ωt. ഇത്തരത്തിലുള്ള ഫോമിൽ വരുന്നതിന് ഇക്വേഷനെയാണ് നമ്മൾ ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയാം. ഓക്കെ. ഇനി ഞാൻ പറയുന്ന ഐഡിയ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്. ഈ ആൾട്ടർനേറ്റിംഗ് കറണ്ട് നിങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആൾട്ടർനേറ്റിംഗ് കറണ്ടിന് ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളും എക്സാക്ട്ലി സിമിലർ ആയിട്ടുള്ള ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ട്. ശരിയല്ലേ? ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ട്, എക്സാക്ട്ലി സിമിലർ ആയിട്ടുള്ള നെഗറ്റീവ് ഹാഫ് സൈക്കിളുമാണ്. അപ്പോൾ ഇഫ് യു ടേക്ക് ദ ആവറേജ് വാല്യൂ ഓഫ് AC, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു ആവറേജ് വാല്യൂ ഓഫ് AC ഓവർ എ ഫുൾ സൈക്കിൾ, ഒരു ഫുൾ സൈക്കിളിൽ നിങ്ങൾ ACന്റെ ആവറേജ് വാല്യൂ എടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 0 വരും. അപ്പോൾ ACനെ ഒരിക്കലും നിങ്ങൾക്ക് ഒരു ആവറേജ് വാല്യൂ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇഫ് യു ടേക്ക് ദ ഓവർ എ ഫുൾ സൈക്കിൾസ് ഇറ്റ്സ് ആവറേജ് വാല്യൂ 0. അപ്പോൾ ACനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? ACനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് വെച്ചിട്ടാണ് RMS വാല്യൂ. അങ്ങനെയാണെങ്കിൽ RMS വാല്യൂ ഓഫ് കറണ്ട് ആൻഡ് വോൾട്ടേജ് അതെങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? അപ്പോൾ RMS വാല്യൂ ഓഫ് കറണ്ട് IRMS എന്ന് ഞാൻ പറയുന്നു. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? പീക്ക് വാല്യൂ ഓഫ് കറണ്ട് ഡിവൈഡഡ് ബൈ √2. ഇനി RMS വാല്യൂ ഓഫ് വോൾട്ടേജ് കാണാൻ പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കുക? V0/√2. പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ √2. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ACന്റെ എന്ത് കണ്ടുപിടിക്കുന്നത്? RMS വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഓക്കെ. ഇനി ഞാൻ പറയുന്ന ഒരു ഐഡിയ ശ്രദ്ധിച്ചേ. ഒരു ഫുൾ സൈക്കിൾ എടുക്കുമ്പോഴാണ് ACന്റെ എന്ത് ചെയ്യുന്നത്? ആവറേജ് വാല്യൂ 0 ആകുന്നത്. പക്ഷെ ഹാഫ് സൈക്കിൾ എടുക്കുമ്പോൾ 0 ആവില്ല. ഈ ഹാഫ് സൈക്കിൾ ഞാൻ എടുത്തു കഴിഞ്ഞാൽ ACന്റെ ആവറേജ് വാല്യൂ 0 ആവും? ഇല്ല. അപ്പോൾ ഓവർ ഹാഫ് സൈക്കിൾ, നമ്മളൊരു ഹാഫ് സൈക്കിൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവറേജ് വാല്യൂ ഉണ്ട്. എന്താണ് ആ ആവറേജ് വാല്യൂ? ഇറ്റ് വിൽ ബി 2I0/π. ദിസ് ഇസ് ദ ആവറേജ് വാല്യൂ ഓവർ എ ഫുൾ സൈക്കിൾ എന്ന് പറഞ്ഞാൽ മൊത്തം തെറ്റാണ് കേട്ടോ. എന്താണ് ഫുൾ സൈക്കിൾ എന്ന് പറഞ്ഞാൽ മൊത്തം തെറ്റാണ്. പകരം എന്താണ് പറയുന്നത്? ഓവർ എ ഹാഫ് സൈക്കിൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ACന്റെ ആവറേജ് വാല്യൂ പറയാൻ പറ്റുള്ളൂ. ഇപ്പം എല്ലാവർക്കും ഈ പറഞ്ഞ ആശയങ്ങൾ മനസ്സിലായില്ലേ? ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്താണെന്ന് മനസ്സിലായില്ലേ? അതിന്റെ ആവറേജ് വാല്യൂ എന്താണെന്ന് മനസ്സിലായില്ലേ? ഇൻസ്റ്റന്റേനിയസ് വാല്യൂ എന്താണെന്ന് മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് പോയാലോ. എന്താണ് ആദ്യത്തെ ചോദ്യം? An alternating current is represented by the equation. എന്താണ് ഇക്വേഷൻ തന്നിരിക്കുന്നത്? I=100√2 sin 100πt. ഇതാണ് ഇക്വേഷൻ തന്നിരിക്കുന്നത്. The RMS value of current and frequency of the given alternating current. ഇതിന്റെ RMS വാല്യൂ എന്താണെന്നും ഫ്രീക്വൻസി എന്താണെന്ന് ചോദ്യം. ഈ തന്നിരിക്കുന്നത് ഏത് ഫോർമാറ്റിലാണ്? ഞാൻ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ഫോർമാറ്റിലല്ലേ? I=I0 sin ωt ഫോർമാറ്റിലല്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് തന്ന ഇക്വേഷനെ സ്റ്റാൻഡേർഡ് ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യുക.
അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ I0 പീക്ക് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് 100√2. അപ്പോൾ എനിക്ക് പീക്ക് വാല്യൂ കിട്ടി. ഓക്കെ, ഇനി ഒമേഗ എന്ന് പറയുന്നത് എത്രയാണ് 100π. അപ്പോൾ എനിക്ക് പീക്ക് വാല്യൂ കിട്ടി കഴിഞ്ഞാൽ ഇതിൽ നിന്നും ഈസി ആയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, RMS വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ് RMS വാല്യൂ കണ്ടുപിടിക്കുക? IRMS is equal to I0/√2. What is I0? It is 100√2 divided by √2. ആ √2 അവിടെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് RMS വാല്യൂ ഓഫ് കറണ്ട് എന്തെന്ന് പറഞ്ഞ് കിട്ടി? 100 ആംപിയർ എന്ന് പറഞ്ഞ് കിട്ടി. ക്ലിയർ അല്ലേ? യെസ്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫ്രീക്വൻസി കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ആംഗുലർ ഫ്രീക്വൻസി അല്ല ചോദിച്ചേക്കുന്നത്, ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഒമേഗേനെ നമ്മൾ എന്തെന്ന് എഴുതി? നമുക്ക് ഒമേഗ 100π എന്ന് ഞാൻ എഴുതി. ഒമേഗേനെ എങ്ങനെ എഴുതാം മക്കളെ? ഓക്കെ, ശ്രദ്ധിച്ചേ. ഒമേഗേനെ 2πf എന്ന് എഴുതി കൂടെ. അപ്പോൾ 2πf is equal to 100π. അപ്പോൾ പൈയും പൈയും ക്യാൻസൽ ആയി. ഫ്രീക്വൻസി എന്തെന്ന് കിട്ടി? 50 ഹെർട്സ് കിട്ടി. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ്? 3 ആണ്. ഇറ്റ്സ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്രയാണ് ഒരു എന്താണ് ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇനി നമ്മൾ ഈ ആൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ പല പല സർക്യൂട്ടിലേക്കുള്ള ഐഡിയാസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അല്ല, ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡിയ ആണ് എന്ത്? AC വോൾട്ടേജ് അപ്ലൈഡ് ടു എ റെസിസ്റ്റർ. അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു AC വോൾട്ടേജ് ഉണ്ട്. എന്താണ് ആ AC വോൾട്ടേജ്? V is equal to V0 sin ωt. ദിസ് ഇസ് യുവർ AC വോൾട്ടേജ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു റെസിസ്റ്റർ ഓൺലി സർക്യൂട്ടിലേക്ക് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. എന്തിലേക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നത്? റെസിസ്റ്റർ ഓൺലി സർക്യൂട്ടിൽ. ഈ സർക്യൂട്ടിൽ റെസിസ്റ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ അപ്ലൈഡ് EMF അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ആൻ ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ്. ശ്രദ്ധിക്കാട്ടെ, ഡയറക്റ്റ് അല്ല, ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ്. അപ്പോൾ സർക്യൂട്ടിൽ ഫ്ലോ ചെയ്യുന്നത് എന്തായിരിക്കും? ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആയിരിക്കും. എന്തായിരിക്കും ആൾട്ടർനേറ്റിംഗ് കറണ്ട്? I is equal to I0 sin ωt. ഇതാണ് സർക്യൂട്ടിൽ ഒഴുകുന്ന കറണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, സർക്യൂട്ടിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത വോൾട്ടേജ് ഇതാണ്, സർക്യൂട്ടിൽ ഒഴുകുന്ന കറണ്ട് ഇതാണ്. അപ്പോൾ ഈ രണ്ടും നിങ്ങൾ നല്ലപോലെ കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടും ഇൻ ഫേസ് ആണ്. അതായത് കറണ്ടും വോൾട്ടേജും എന്തിലാണ്? ഇൻ ഫേസിലാണ്. അപ്പോൾ കറണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഐഡിയ ഇതാണ്, കറണ്ട് ആൻഡ് വോൾട്ടേജ് ആർ ഇൻ ഫേസ്. ഇവർ ഒപ്പത്തിനൊപ്പം പോവുക. ഇൻ ഫേസ് എന്ന് പറഞ്ഞ ഐഡിയ ഇതാണ്, ഒപ്പത്തിനൊപ്പം പോവാന്നാണ്. അപ്പോൾ കറണ്ടും വോൾട്ടേജും ഈ സർക്യൂട്ടിൽ എന്തിലാണ്? ഇൻ ഫേസിലാണ്. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ I0 എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. വാട്ട് ഈസ് I0? I0 ഈസ് കോൾഡ് പീക്ക് വാല്യൂ ഓഫ് കറണ്ട്. കറണ്ടിന്റെ പീക്ക് വാല്യൂവിനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ദാറ്റ് ഈസ് കണക്റ്റഡ് ഇൻ ദ സർക്യൂട്ട്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ വരയ്ക്കേണ്ട മെയിൻ സാധനം എന്ന് പറയുന്നതാണ് എന്ത്? ഫേസർ ഡയഗ്രാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് LCR സർക്യൂട്ടൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഫേസർ ഡയഗ്രത്തിന്റെ ഐഡിയ വേണം. അപ്പോൾ ഫേസർ ഡയഗ്രം എന്ന് പറഞ്ഞാൽ എത്ര ഉള്ളൂ, നിങ്ങൾ ഒരുപാടൊന്നും ചിന്തിച്ച് കൂട്ടണ്ട. അതായത് സിനുസോയിഡലി വേരിയിങ് ആയ ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റികളെ നമ്മൾ റൊട്ടേറ്റിംഗ് വെക്ടേഴ്സ് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യും. ഈ റൊട്ടേറ്റിംഗ് വെക്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫേസർ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ വോൾട്ടേജിനെ ഫേസറായും കറണ്ടിനെ ഫേസറായും എടുത്ത് വരയ്ക്കുന്ന ഡയഗ്രത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫേസർ ഡയഗ്രം. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക, ഇവിടെ ഈ സർക്യൂട്ടിന്റെ പ്രത്യേകത എന്താ? കറണ്ടും വോൾട്ടേജും ഒപ്പത്തിനൊപ്പാണ് പോവുക. ദാറ്റ് മീൻസ് ദേ ആർ ഇൻ ഫേസ്. ഓക്കെ, അത് നിങ്ങൾ ഈ വേവ് ഫോം കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇതാണ് വോൾട്ടേജിന്റെ ഗ്രാഫ്, ഇതാണ് കറണ്ടിന്റെ വേരിയേഷൻ കാണിക്കുന്ന കർവ്. ഇത് രണ്ടും നോക്കിയേ, ഒരുമിച്ചല്ലേ പോണേ. എപ്പോഴാണോ കറണ്ട് 0 അപ്പോൾ വോൾട്ടേജ് 0. എപ്പോഴാണോ കറണ്ട് വോൾട്ടേജ് മാക്സിമം ആവുന്നത് അപ്പോൾ കറണ്ട് മാക്സിമം ആവും. എപ്പോഴാണോ വോൾട്ടേജ് വീണ്ടും 0 ആവുന്നത് അപ്പോൾ കറണ്ട് 0. ഇതാണ് ഒപ്പത്തിനൊപ്പം പോവാന്ന് പറഞ്ഞ ഐഡിയ. ക്ലിയർ ആയില്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഫേസർ ഡയഗ്രം നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുക? ശ്രദ്ധിക്കുക. സപ്പോസ് ഇതാണ് വോൾട്ടേജിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഫേസർ എന്ന് വിചാരിക്കും. ലെറ്റ് വി ബി ദ ഫേസർ ദാറ്റ് റെപ്രസെന്റ് വോൾട്ടേജ്. ഇവർ രണ്ടുപേരും ഇൻ ഫേസ് ആയതുകൊണ്ട് കറണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഫേസറും എന്ത് ചെയ്യും? കറണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഫേസറും ഇതേ ഡയറക്ഷനിൽ തന്നെ നിങ്ങൾ വരയ്ക്കണം. മനസ്സിലായോ? വോൾട്ടേജിന്റെ അതേ ഡയറക്ഷനിൽ. ഓക്കെ, പിന്നെ നിങ്ങളൊരു ഐഡിയയും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ ഫേസർ എന്ന് പറയുന്നത് റൊട്ടേറ്റിംഗ് വെക്ടേഴ്സ് ആണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ അത് ഏത് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുക? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുക. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കറണ്ടും വോൾട്ടേജും ഇൻ ഫേസ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജിന്റെ ഫേസറിന്റെ അതേ ലൈനിൽ ആര് വരണം? കറണ്ടിന്റെ ഫേസർ വരണം. ഗോട്ട് ഇറ്റ്? അപ്പൊ ഇത്രയാണ് നമുക്ക് ഇതിനെ പറ്റി പറയാനുള്ളത്, റെസിസ്റ്റർ ഓൺലി സർക്യൂട്ടിനെ പറ്റി പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്താലോ? ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താ പറയണേ? എ റെസിസ്റ്റർ ഓഫ് 20 ohm ഈസ് കണക്റ്റഡ് ടു എ സോഴ്സ് ഓഫ് ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ്. എന്താണ് വോൾട്ടേജ്? V is equal to 220 sin 100πt. Okay, the time taken by the current to change from peak value to RMS value. അപ്പോൾ ഇത് റെസിസ്റ്റർ ഓൺലി സർക്യൂട്ട് ആണ്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതെന്താണ്? റെസിസ്റ്റർ ഓൺലി സർക്യൂട്ട് ആണ്. ഇപ്പോൾ വോൾട്ടേജ് ഈ ഫോം ആണെങ്കിൽ വോൾട്ടേജ് ഏത് ഫോമിലാണ് എടുക്കുന്നത്? വോൾട്ടേജ് is equal to V0 sin ωt അല്ലേ?
അങ്ങനെ കറണ്ടും എന്ത് ഫോമിലായിരിക്കും? I0 sin omega t ഫോമിലായിരിക്കും. ഒപ്പത്തിനൊപ്പം പോവുക. ഇവർ തമ്മിൽ ഫേസ് ഡിഫറൻസ് വരില്ല. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് ഐഡിയ ശ്രദ്ധിക്കുക. ഇറ്റ്സ് വെരി സിമ്പിൾ. വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒന്നും ചെയ്യണ്ട. അങ്ങനെ ചെയ്യുന്ന മെത്തേഡ്സ് ഉണ്ട്. ബട്ട് അതിലേക്കൊന്നും ആവശ്യമില്ല. അത് വെറും ലോജിക്ക് ഉപയോഗിച്ചിട്ട് ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ശ്രദ്ധിക്കുക. കറണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പൊ ഇതല്ല ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ വേരിയേഷൻ വിത്ത് ടൈം. എങ്ങനെയാ വരാം? പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ അറിയാലോ. ഒന്ന് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, മറ്റത് എന്താണ്? നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. ഇതല്ലേ ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് പീക്ക് വാല്യൂ എന്ന് പറയുന്നത് I0. ഓക്കെ, ഇത് 0 ടൈം, പീക്ക് വാല്യൂ ആകുന്ന ടൈമാണ് എന്ത്? T/4. ദെൻ 0 ആവുന്ന ഈ സമയമാണ് T/2. ഇതാണ് എന്ത്? 3T/4. ദിസ് ഇസ് T. ഓക്കെ, അപ്പോൾ I0 ആവുന്നത് T/4ലാണ്, മൈനസ് I0 ആവുന്നത് എത്രയിലാണ്? നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഇല്ലേ? 3T/4. ക്ലിയർ? അപ്പൊ പീക്ക് വാല്യൂ വരുന്ന സമയം ഏതാ? പീക്ക് വാല്യൂ വരുന്ന സമയം, പീക്ക് വാല്യൂ ആവുന്ന തന്നിരിക്കുന്ന കറണ്ട് ഗ്രോ ചെയ്ത് 0യിൽ നിന്ന് ഗ്രോ ചെയ്ത് പീക്ക് വാല്യൂ ആവാൻ എടുക്കുന്ന സമയത്തെ ഞാൻ T1 എന്ന് എഴുതി കഴിഞ്ഞാൽ ലെറ്റ് ഇറ്റ് ബി T/4. ഉത്തരം അറിയാലോ? യെസ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതേ കറണ്ട് RMS വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ് RMS വാല്യൂ. ശ്രദ്ധിക്കൂ കേട്ടോ. എന്താണ് RMS വാല്യൂ? RMS വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് നത്തിങ് ബട്ട് I0/√2. അപ്പോൾ തന്നിരിക്കുന്ന കറണ്ടിന്റെ I0/√2 ആവാനുള്ള സമയത്തെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ശ്രദ്ധിക്കുക കേട്ടോ. ഏതാ? ഇപ്പൊ ഇതാണ് I0/√2 എന്ന് വിചാരിക്കാം. ഇതാണ് I0/√2 എന്ന് വിചാരിക്കാം. ഇത് 2 ടൈമിലാവും. I0/2 കറണ്ടിന്റെ വാല്യൂ I0/√2 2 തവണ ആവും. ഒന്ന് T/8ലും മറ്റത് 3T/8ലാണ്. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. ഒന്ന് T/8ലും മറ്റത് എത്രയിലാണ്? 3T/8ലാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കറണ്ട് ഗ്രോ ചെയ്ത് RMS വാല്യൂ ആവാൻ എത്തുന്ന സമയം എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് T/8. ക്വസ്റ്റ്യൻ എന്താ? ടൈം ടേക്കൺ ബൈ ദ കറണ്ട് ടു ചേഞ്ച് ഫ്രം പീക്ക് വാല്യൂ ടു RMS വാല്യൂ. ഈ RMS വാല്യൂ ഓഫ് കറണ്ട് പീക്ക് വാല്യൂ ആവാൻ എടുക്കുന്ന സമയവും പീക്ക് വാല്യൂ ഓഫ് കറണ്ട് RMS വാല്യൂ ആവാൻ എടുക്കുന്ന സമയം തുല്യമാണ്. അപ്പൊ ആ ടൈം ഇന്റർവെൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ΔT എന്ന് പറയുന്നത് ഇറ്റ്സ് നത്തിങ് ബട്ട് T1 മൈനസ് T2. അപ്പൊ എന്താ ആൻസർ വരാ? T/4 മൈനസ് T/8. T/4ൽ നിന്ന് T/8 കുറച്ചാൽ നമുക്ക് എന്താ കിട്ടുക? T/8. ഓട്ടെ, അപ്പൊ ഈ സമയം എന്ന് പറയുന്നത് എത്രയാണ്? T/8 ആണ് സമയം. ഇനി T നമുക്ക് കണ്ടുപിടിക്കണം. T കണ്ടുപിടിക്കാൻ ഏത് ഐഡിയ യൂസ് ചെയ്യുക? ഒമേഗ അറിയാം. ഒമേഗേന്റെ വാല്യൂ ഇക്വേഷനിൽ നിന്ന് എനിക്ക് കിട്ടി 100π. ശരിയല്ലേ? ഒമേഗേനെ ഞാൻ എന്തെന്ന് എഴുതി? 2π/T എന്ന് എഴുതി. ഇപ്പൊ ഈക്വൽ ടു എത്രയാണ്? 100π. ഈ പൈയും പൈയും ക്യാൻസൽ ആയി പോയി. ടീന്റെ വാല്യൂ എനിക്ക് എന്തെന്ന് പറഞ്ഞ് കിട്ടി? 2/100 എന്ന് പറഞ്ഞ് കിട്ടി. ഗോട്ട് ഇറ്റ്? യെസ്. അങ്ങനെയാണെങ്കിൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് പോവാണ്. ΔT ദാറ്റ് ടൈം പീരീഡ് എത്രയാണ്? T/8 എത്രയാണ്? ശ്രദ്ധിക്കൂ. T/8 എന്ന് പറയുന്നത് T എന്ന് പറയുന്നത് എത്രയാണ്? 2/100 × 8. കട്ട് ചെയ്ത് പോയി 4 പ്രാവശ്യം. 1/4ന്റെ വാല്യൂ എത്രയാണ്? 0.25 ഡിവൈഡഡ് ബൈ 100 വരില്ലേ? 1/4ന്റെ വാല്യൂ മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. അപ്പൊ ഇതിനെനിക്ക് എങ്ങനെ എഴുതാം? 0.25 × 10⁻² എന്ന് എഴുതിക്കൂടെ? അപ്പൊ ഇതിനെ ഒന്നും കൂടി എഴുതാം. 2.5 × 10⁻³ സെക്കൻഡ്. ദാറ്റ് ഈസ് ഉത്തരായി. ഇനി ഒരുപാട് ഇതിലേക്ക് പോകേണ്ട കാര്യമില്ല. ദിസ് ഇസ് ദ ഫൈനൽ ആൻസർ. അപ്പൊ ഇത് ഇങ്ങനെ ചെയ്യുന്നതാണ് എളുപ്പം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഓരോ ഇക്വേഷൻ എഴുതി ആ ഇക്വേഷനിൽ കറണ്ട് വരുന്ന വാല്യൂ ഇട്ട് കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ടൈം കണ്ടുപിടിച്ചൊക്കെ നിൽക്കണം. അപ്പൊ ഞാൻ പറഞ്ഞ ഈ ലോജിക്കുകൾ നിങ്ങൾ പഠിക്കുക. അതായത് കറണ്ട് പീക്ക് വാല്യൂ ആവുന്ന സമയം T/4. RMS വാല്യൂ 2 സമയത്താവും. ഒന്ന് T/8ലും ആവും, 3T/8ലും ആവും. ഓക്കെ, ഇവരുടെ ഡിഫറൻസ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതായത് RMS വാല്യൂ പീക്ക് വാല്യൂ ആവാൻ എടുക്കുന്ന സമയം അല്ലെങ്കിൽ പീക്ക് വാല്യൂ RMS വാല്യൂ ആവാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് സിംപിളി T/8 ആണ്. ഇത് പഠിച്ചു വെച്ചാൽ മതി. പറഞ്ഞ മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് അടുത്ത് പറയുന്നത്? എൻ AC വോൾട്ടേജ് അപ്ലൈ ടു എൻ ഇൻഡക്ടർ. അപ്പൊ ഇത് എന്താ പ്രത്യേകത? ഇത് ഇൻഡക്ടർ ഓൺലി സർക്യൂട്ട് ആണ്. അതായത് സർക്യൂട്ടിൽ ആര് മാത്രമേ ഉള്ളൂ? ഇൻഡക്ടർ മാത്രമേ ഉള്ളൂ. കോയിൽ, ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ അറിയാലോ, കോയിൽ. ഇനി ഞാൻ അപ്ലൈ ചെയ്ത ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജിനെ ഞാൻ എന്തെന്ന് എഴുതുന്നു? സപ്പോസ് ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്ന ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജിനെ ഞാൻ എന്തെന്ന് എടുക്കുന്നു?
V0 sin omega t എന്ന് എടുക്കുന്നു. ദിസ് ഇസ് ദ അപ്ലൈഡ് ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ്. ക്ലിയർ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതൊരു ഇൻഡക്ടർ ഓൺലി സർക്യൂട്ട് ആണ്. ഇവിടുത്തെ കറണ്ട് എന്നതിൻ്റെ ഇക്വേഷൻ എന്താണ്? ഇറ്റ് വിൽ ബി I0 sin omega t minus pi by 2. ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ കറണ്ട്. ഇതാണ് കറണ്ടിന്റെ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ എന്താണ് ആക്ച്വലി സംഭവിക്കുക? നിങ്ങൾ തന്നെ പറഞ്ഞു. ഇത് രണ്ടും നിങ്ങൾ കമ്പയർ ചെയ്താൽ മനസ്സിലാവും. ഇവിടെ ഒരു മൈനസ് പൈ ബൈ 2 ഉണ്ട്. അതിന്റെ അർത്ഥം എന്താ മൈനസ് പൈ ബൈ 2ന്റെ അർത്ഥം? കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് ദ വോൾട്ടേജ്. കറണ്ട് എന്ത് ചെയ്യുന്നു? വോൾട്ടേജിന്റെ പുറകിൽ ലാഗ് ചെയ്യുന്നു ബൈ എ ഫേസ് ആംഗിൾ ഓഫ് വാട്ട്? പൈ ബൈ 2 ഓർ 90 ഡിഗ്രി. 90 ഡിഗ്രി കറണ്ട് എന്ത് ചെയ്യുന്നു? പുറകിലാണ് ഓടാൻ. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതാണ് വോൾട്ടേജിനെ റെപ്രസെന്റ് ചെയ്യുന്ന കർവ് അല്ലെങ്കിൽ ഗ്രാഫ്. അതിന്റെ കൂടെ തന്നെയല്ലല്ലോ വരുന്നത്. നോക്കിയേ, പൈ ബൈ 2 ലാഗ് ചെയ്തിട്ടാണ് ആര് വരുന്നത്? കറണ്ട് വരുന്നത്. ഐഡിയ പറഞ്ഞ് മനസ്സിലായോ? ദിസ് ഇസ് ദ ലോജിക്. അപ്പോൾ വോൾട്ടേജ് വരച്ചാൽ പൈ ബൈ 2 ലാഗ് ചെയ്തിട്ടേ ആരെ വരയ്ക്കാൻ പാടുള്ളൂ? കറണ്ടിനെ വരയ്ക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് അത് ഇവിടെ നിന്ന് തുടങ്ങിയത്. പറഞ്ഞു മനസ്സിലായി? അല്ലെങ്കിൽ ഇൻ ഫേസ് ആണെങ്കിൽ വോൾട്ടേജിന്റെ കൂടെ തന്നെ കറണ്ട് വന്നേനെ, പക്ഷെ ഇത് പുറകിലേക്ക് വരണേ. യെസ്. ഇനി ഞാൻ പറയുന്ന ഐഡിയ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഈ കോയിലിലൂടെ നിങ്ങൾ ഈ വോൾട്ടേജ് അപ്ലൈ ചെയ്തപ്പോൾ കോയിലിലൂടെ ഒരു കറണ്ട് പോയില്ലേ? ദാറ്റ് ഈസ് ആൾട്ടർനേറ്റിംഗ് കറണ്ട്. ഓക്കെ, ഈ കറണ്ടിന് ഈ കോയിൽ എന്ത് ചെയ്യും? ഒരു ഒപ്പോസിഷൻ ഓഫർ ചെയ്യും. അതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. ഇതിന്റെ പേര് ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. വാട്ട് ഈസ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ്? അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന പേര് XL എന്നാണ്. എന്താണ് XL? എങ്ങനെയാണ് കണ്ടുപിടിക്കുക? XL ഈസ് നത്തിങ് ബട്ട് ഒമേഗ L. അല്ലെങ്കിൽ അതിനെ നമ്മൾ എന്ത് എഴുതും? 2πfL. സോ ദിസ് ഇസ് നോൺ ആസ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. അപ്പോൾ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്താണെന്ന് മനസ്സിലായല്ലോ? കോയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഓപ്പോസിഷൻ. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് വാങ്ങിക്കാം? മാക്സിമം വാല്യൂ ഓഫ് കറണ്ട്. ഇതല്ലേ നമ്മുടെ I0. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കണേന്ന് പഠിക്കാമല്ലോ. അപ്പോൾ റെസിസ്റ്റർ ഓൺലി സർക്യൂട്ടിൽ സിംപിളി V0/R ആണ്. പക്ഷെ ഇവിടെ അതെങ്ങനെ എഴുതാം? V0 അവിടെ R ആയിരുന്നെങ്കിൽ ഇവിടെ ആ റോള് വയ്ക്കുന്ന ആളാണ് ആര്? ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. അപ്പോൾ ഇറ്റ്സ് നത്തിങ് ബട്ട് XL. അല്ലെങ്കിൽ ഇറ്റ്സ് നത്തിങ് ബട്ട് V0/ωL. ക്ലിയർ അല്ലേ? ഇനി ഒരു ഒറ്റ ഐഡിയയും കൂടി നമുക്ക് വരയ്ക്കേണ്ട ആവശ്യമുള്ളൂ. ഇറ്റ് ഈസ് ദ ഐഡിയ ഓഫ് വാട്ട്? ഫേസർ ഡയഗ്രാം. അപ്പോൾ ഫേസർ ഡയഗ്രാം ഞാൻ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചേ, സപ്പോസ് ഇതാണ് കറണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഫേസർ എന്ന് വിചാരിക്കും. വോൾട്ടേജ് എന്ത് ചെയ്യണം? കറണ്ടിനേക്കാൾ കറണ്ടാണ് ലാഗ് ചെയ്യുന്നത്. അപ്പോൾ വോൾട്ടേജ് എന്ത് ചെയ്യും? ലീഡ് ചെയ്യും. എത്ര ലീഡ് ചെയ്യും? പൈ ബൈ 2 ലീഡ് ചെയ്യും. അപ്പോൾ ഇത് കറണ്ട് ആണെങ്കിൽ ഇതാണ് എന്ത്? വോൾട്ടേജ്. ഏത് ഡയറക്ഷനിൽ നമ്മൾ റൊട്ടേഷൻ എടുക്കുമ്പോൾ? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേഷൻ എടുക്കുമ്പോൾ. ഇതാണ് കറണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഫേസർ, ഇതാണ് വോൾട്ടേജിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഫേസർ. യു ഗോട്ട് ഇറ്റ്? യെസ്. അതാണ് ഇൻഡക്ടർ ഓൺലി സർക്യൂട്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നതാണ് എന്ത്? കപ്പാസിറ്റർ ഓൺലി സർക്യൂട്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ഗിവൺ ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് അതാരാണ്? V0 sin omega t. ഇറ്റ് ഈസ് അപ്ലൈഡ് ടു എ കപ്പാസിറ്റർ. അതെന്തിലേക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നത്? കപ്പാസിറ്ററിലേക്കാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഡെഫിനറ്റ് ആയിട്ടും സർക്യൂട്ടിൽ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. അതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ആൾട്ടർനേറ്റിംഗ് കറണ്ട്. എന്താണ് ആ കറണ്ടിന്റെ ഇക്വേഷൻ? I is equal to I0 sin omega t plus pi by 2. ഇപ്പൊ എന്താ വ്യത്യാസം? അപ്പൊ നേരത്തെ ഞാൻ എഴുതിയ ഇക്വേഷനിൽ നിന്നും എന്താണ് വ്യത്യാസം? ഇവിടെ കറണ്ട് എന്ത് ചെയ്യുന്നു? കറണ്ട് ലീഡിങ് ആണ്. പറഞ്ഞു മനസ്സിലായോ? കറണ്ട് എന്ത് ചെയ്യാണ്? ലീഡിങ് ആണ്. എത്ര ലീഡ് ചെയ്യുന്നു? പൈ ബൈ 2. അപ്പോൾ വോൾട്ടേജിനെ വെച്ച് നോക്കുമ്പോൾ കറണ്ട് എന്ത് ചെയ്യാണ്? ലീഡ് ചെയ്യാണ്. കാരണം പ്ലസ് പൈ ബൈ 2 എന്നല്ല എഴുതിയേക്കണേ. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ആവശ്യം, കറണ്ട് ലീഡ്സ് വോൾട്ടേജ് ബൈ എ ഫേസ് ആംഗിൾ ഓഫ് കറണ്ട് ലീഡ്സ് വോൾട്ടേജ് ബൈ പൈ ബൈ 2. കറണ്ട് എന്ത് ചെയ്യാണ്? വോൾട്ടേജിനെ, നേരത്തെ എന്തായിരുന്നു? കറണ്ട് ലാക്സ് എന്നാണ് ഞാൻ എഴുതിയേട്ടാ. ഇവിടെ കറണ്ട് എന്ത് ചെയ്യുന്നു? ലീഡ് ചെയ്യാണ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പം എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഇതേപോലെ തന്നെ ഈ കപ്പാസിറ്റർ എ സി ഇതിലൂടെ ഒഴുകല്ലേ, ഒരു ഒപ്പോസിഷൻ പ്രൊവൈഡ് ചെയ്യും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? കപ്പാസിറ്റീവ് റിയാക്ടൻസ്. നമ്മൾ വിളിക്കുന്ന പേരാണ് കപ്പാസിറ്റീവ് റിയാക്ടൻസ്. എങ്ങനെയാണ് ഈ കപ്പാസിറ്റീവ് റിയാക്ടൻസ് കണ്ടുപിടിക്കുക? ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്താണ്? XC ആണ്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? 1/ωc. അല്ലെങ്കിൽ എന്താണ്? X is equal to ഒമേഗനെ നമ്മൾ 2πf എന്ന് എഴുതുക. 2πfc. ഗോട്ട് ഇറ്റ്? ആ ഒമേഗ എന്താണെന്ന് മനസ്സിലായല്ലോ? ആംഗുലർ ഫ്രീക്വൻസി, റൈറ്റ്? അപ്പോൾ ഇതിന്റെ ടേമിലാണ് നമ്മൾ എന്ത് പറയുന്നത്? കപ്പാസിറ്റീവ് റിയാക്ടൻസ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, വോൾട്ടേജ് പോകുന്നതിന് മുമ്പേ കറണ്ട് പോകും. അപ്പോൾ വോൾട്ടേജിന്റെ ഗ്രാഫ് ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ പോകുമ്പോൾ കറണ്ടിന്റെ ഗ്രാഫ് ഇതിന് പൈ ബൈ 2 മുന്നേ പോകണം. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങണം. കണ്ട? അപ്പോൾ വോൾട്ടേജിന്റെ ഗ്രാഫ്
സീറോയിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ പോകുന്നു. ദിസ് ഇസ് ദ വോൾട്ടേജ് ഗ്രാഫ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാലോ, V = V0 sin ωt, സിമ്പിൾ സൈൻ കർവാണ്. പക്ഷെ കറണ്ടിന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ π/2 എന്ത് ചെയ്യണം? മുന്നേ ഓടണം. π/2 മുന്നേ ഓടണം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് തുടങ്ങണം. ഇവിടെ നിന്ന് വരച്ചിട്ട് ഇങ്ങനെ പോകും. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ വരയ്ക്കാനുള്ള ഒരൊറ്റ സാധനം മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് ഫേസർ ഡയഗ്രാം. ഫേസർ ഡയഗ്രാം എങ്ങനെയാണ് വരയ്ക്കുക? ഇതാണ് കറണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഫേസർ എന്ന് വിചാരിക്കുക. വോൾട്ടേജിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഫേസർ ആന്റി ക്ലോക്ക് വൈസ് സെൻസിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ലാഗ് ചെയ്യണം. വോൾട്ടേജ് ഷുഡ് ലാഗ്. കറണ്ട് ലീഡ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ലാഗ് ചെയ്യാണ്. വോൾട്ടേജ് താഴെ വരയ്ക്കുക. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? കപ്പാസിറ്റർ ഓൺലി സർക്യൂട്ട് പറയാം. ഒരു ക്വസ്റ്റ്യൻ ചെയ്താലോ? യെസ്, ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. നമ്മളൊരു LCR സർക്യൂട്ടിലേക്ക് എത്തുമ്പോൾ കുറച്ചും കൂടെ നല്ല ചോദ്യങ്ങൾ ചെയ്യാം. ഓക്കെ, എന്താണ് ആൾട്ടർനേറ്റിംഗ് കറണ്ട്? ആൻ ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് വാല്യൂ തന്നിട്ടുണ്ട് 200√2 sin 100t ഈസ് കണക്റ്റഡ് ടു എ 1 μF കപ്പാസിറ്റർ. അപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്ന എന്ത് കപ്പാസിറ്ററിലേക്കാണ്? 1 μF കപ്പാസിറ്ററിലേക്കാണ്. അതായത് ഒരു കപ്പാസിറ്റർ ഓൺലി സർക്യൂട്ടാണ് ത്രൂ എൻ AC അമ്മീറ്റർ. ദ റീഡിംഗ് ഓഫ് ദ അമ്മീറ്റർ. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിൽ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, AC അമ്മീറ്റർ. AC അമ്മീറ്റർ എന്ന് പറഞ്ഞാൽ ACനെ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ്. ഇത് മെഷർ ചെയ്യുക എന്താണ്? RMS വാല്യൂ ആണ്. ഇതിനൊരിക്കലും ആവറേജ് വാല്യൂ, ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഒന്നും മെഷർ ചെയ്യാൻ പറ്റില്ല. വാട്ട് മെഷേഴ്സ് RMS വാല്യൂ. അപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് RMS വാല്യൂ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ തന്നിരിക്കുന്നത് എന്താ? നമുക്ക് ഇതിന്റെ പീക്ക് വാല്യൂ അറിയാം. വാട്ട് ഈസ് പീക്ക് വാല്യൂ? 200√2. RMS വാല്യൂ അതിൽ നിന്ന് വോൾട്ടേജിന്റെ RMS വാല്യൂ കേട്ടോ. വോൾട്ടേജിന്റെ ശ്രദ്ധിക്കണേ, വോൾട്ടേജിന്റെ RMS വാല്യൂ എത്രയായിരിക്കും? 200√2/√2. ശരിയല്ലേ? പീക്ക് വാല്യൂവിനെ നമ്മൾ √2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 200 വോൾട്ട് ആണ് നമുക്ക് RMS വാല്യൂ. ബട്ട് AC അമ്മീറ്റർ എന്ന് പറയുന്നത് മെഷർ ചെയ്യുന്നത് എന്താണ്? കറണ്ട് അല്ലേ? അപ്പോൾ കറണ്ട് കണ്ടുപിടിക്കാനുള്ള ബേസിക് ഇക്വേഷൻ എന്താണ്? കറണ്ട് = RMS വാല്യൂ. സോറി, ശ്രദ്ധിക്കാട്ടാ. കറണ്ടിന്റെ RMS വാല്യൂ എന്ന് പറയുന്നത് വോൾട്ടേജിന്റെ RMS വാല്യൂ ഡിവൈഡഡ് ബൈ വാട്ട്? കപ്പാസിറ്റീവ് റിയാക്ടൻസ്. മനസ്സിലായോ? ഇവിടെ കറണ്ടിനെ തീരുമാനിക്കുന്നത് ആരാണ്? കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണ്. അപ്പോൾ VRMS/XC. അപ്പോൾ ആദ്യം നമുക്ക് XC കണ്ടുപിടിക്കണം. XC എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു 1/ωc. അപ്പോൾ XC = 1/ വാട്ട് ഈസ് ഒമേഗ ഹിയർ? അല്ലേ 100. C എത്രയാ? 1 μF. 1 μF എന്ന് പറഞ്ഞാൽ 1 × 10⁻⁻⁶. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 1/10⁻⁻⁴. ശരിയല്ലേ? അപ്പോൾ ഇത് മേലേക്ക് പോകുമ്പോൾ XCന്റെ വാല്യൂ എനിക്ക് എന്തെന്ന് കിട്ടി? 10⁻⁴ ഓം. ഓക്കെ, ഇനി VRMS നമുക്ക് പറയാം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് VRMS? 200/10⁻⁴. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം മക്കളെ? ശ്രദ്ധിച്ചേ, ഇതെന്താണ്? 200 × 10⁻⁴ ആംപിയർ എന്നല്ല ഈ സാധനം. ഇതിനെ ഞാൻ ഇങ്ങനെ എഴുതാണ്, 20 × 10⁻³ ആംപിയർ. ഇങ്ങനെ എഴുതിക്കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ഇറ്റ്? 20 മില്ലി ആംപിയർ. ഗോട്ട് ഇറ്റ്? അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. ഇറ്റ്സ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലേ? പക്ഷേ ഈ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഈ RMS വാല്യൂ ആണ് AC അമ്മീറ്റർ മെഷർ ചെയ്യുന്നത്. ACനെ റെപ്രസെന്റ് ചെയ്യുന്നത് RMS വാല്യൂ വെച്ചിട്ടാണ്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണം. അത് ഫണ്ടമെന്റൽ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ചാപ്റ്ററിന്റെ അടുത്ത ഇമ്പോർട്ടൻ്റ് ഐഡിയയിലേക്ക് ഞാൻ പോവുകയാണ്. എന്താണ്? ഇറ്റ് ഈസ് LCR സർക്യൂട്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഫിഗറിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ഇൻഡക്ടർ, ഒരു കപ്പാസിറ്റർ, ഒരു റെസിസ്റ്റർ, ഓൾ ആർ കണക്റ്റഡ് ഇൻ സീരീസ്. ഇവരെല്ലാവരും എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? ഒരു ഇൻഡക്ടർ, ഒരു കപ്പാസിറ്റർ, ഒരു റെസിസ്റ്റർ, ഓൾ ആർ കണക്റ്റഡ് ഇൻ സീരീസ്. ഇവരെല്ലാത്തിനെയും നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തത്. അതിന് അക്രോസ് ആയിട്ട് നമ്മൾ എന്ത് കണക്ട് ചെയ്തിട്ടുണ്ട്? ഒരു ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് V0 sin ωt. ദിസ് ഇസ് ദ ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് കണക്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? സർക്യൂട്ടിൽ ഒരു കറണ്ട് ഫ്ലോ ചെയ്യാൻ പോലും, അതാണ് I എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താ ഉണ്ടാവുക? ഈ അപ്ലൈഡ് വോൾട്ടേജ് എന്ത് സംഭവിക്കും? റെസിസ്റ്ററിനെ അക്രോസ് ഡിവൈഡ് ചെയ്യും, ഇൻഡക്ടറിനെ അക്രോസ് ഡിവൈഡ് ചെയ്യും, കപ്പാസിറ്ററിനെ അക്രോസ് ഡിവൈഡ് ചെയ്യും. അപ്പോൾ അപ്ലൈഡ് വോൾട്ടേജിന്റെ റെസിസ്റ്ററിനെ അക്രോസ് ഡിവൈഡ് ചെയ്യുന്ന വോൾട്ടേജ് ആണ് VR. ഇൻഡക്ടറിനെ അക്രോസ് ഡിവൈഡ് ചെയ്ത വോൾട്ടേജ് ആണ് VL. മനസ്സിലായോ? കപ്പാസിറ്ററിനെ അക്രോസ് ഡിവൈഡ് ചെയ്ത വോൾട്ടേജ് ആണ്, ഇത് ചെറിയൊരു പ്രശ്നം ഫിഗറിലുണ്ട്, കപ്പാസിറ്ററിനെ അക്രോസ് ഡിവൈഡ് ചെയ്ത വോൾട്ടേജ് ആണ് VC. ക്ലിയർ അല്ലേ? ഇപ്പോൾ റെസിസ്റ്ററിനെ അക്രോസ് VR,
ഇൻഡക്ടറിന് അക്രോസ് വി എൽ, കപ്പാസിറ്ററിന് അക്രോസ് പി സി. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചേ, നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഫേസർ ഡയഗ്രാം മെത്തേഡാണ്. ഫേസർ ഡയഗ്രാം മെത്തേഡ് വെച്ചിട്ടാണ് ഞാൻ അനലൈറ്റിക്കൽ ഇത് മെത്തേഡ് ഉണ്ട്, അതല്ല ചെയ്യുന്നത് ഫേസർ ഡയഗ്രാം മെത്തേഡ്. അപ്പോൾ ഫേസർ ഡയഗ്രാം വെച്ച് നമുക്ക് എളുപ്പത്തിൽ വരയ്ക്കാം ഇത്. അപ്പോൾ ഞാനിനി വരയ്ക്കാൻ പോകുന്നത് ശ്രദ്ധിക്കുക. നിങ്ങൾക്കറിയാം വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ എന്താണ്? കറണ്ടുമായി ഇൻ ഫേസിലായിരിക്കും. വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ കറണ്ടിനെ ലീഡ് ചെയ്യും. എത്ര ലീഡ് ചെയ്യും? 90 ഡിഗ്രി. വോൾട്ടേജ് അക്രോസ് എ കപ്പാസിറ്റർ അത് കറണ്ടിനെ ലാഗ് ആണ് ചെയ്യുക. എത്ര ഡിഗ്രി? 90 ഡിഗ്രി. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന്റെ ഫേസർ ഡയഗ്രാം നമുക്കൊന്ന് വരച്ചാലോ? നോക്കിയേ, ഇറ്റ്സ് വെരി സിമ്പിൾ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഐഡിയ ആണ്. ശ്രദ്ധിക്കുക, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചേ. ആദ്യം ഞാൻ എന്ത് വരയ്ക്കുന്നു? കറണ്ടിന്റെ ഫേസറിനെയാണ് വരയ്ക്കുന്നത്. കാരണം കറണ്ടുമായി കമ്പയർ ചെയ്തിട്ട് നമുക്ക് ബാക്കി എല്ലാത്തിനെയും വരയ്ക്കാം. അപ്പൊ കറണ്ടിന്റെ ഫേസർ ഞാൻ വരച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാം കേട്ടാ. ഓക്കെ, ഒന്ന് താഴ്ത്തിക്കാക്കണ്ടേ. കറണ്ടിന്റെ ഫേസർ ഞാൻ വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിയേ, വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ അതാണ് വി ആർ. റെസിസ്റ്ററിന് അക്രോസ് വരുന്ന വോൾട്ടേജ്, റെസിസ്റ്ററിന് അക്രോസ് വരുന്ന വോൾട്ടേജ് ഇതാണ് വി ആർ. ഈ വി ആർ എന്ന് പറയുന്നത് കറണ്ടുമായി ഇൻഫേസിലായിരിക്കും. നമ്മൾ ഓൾറെഡി പഠിച്ചതല്ലേ, വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ എന്ന് പറയുന്നത് കറണ്ടുമായി ഇൻഫേസിലാണ്. ഈ ഡയറക്ഷനിലാണ് ഞാൻ ആരെ വരയ്ക്കേണ്ടത്? കറണ്ടിന്റെ അതേ ഡയറക്ഷനിൽ ഞാൻ ആരെ വരച്ചു? വി ആറിനെ വരച്ചു. ക്ലിയർ? ഇനി ആരെയാണ് നമുക്ക് മാർക്ക് ചെയ്യാല്ലേ? വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ. വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ എന്ന് പറയുന്നത് വി എൽ ആണ്. ഓക്കെ, ഈ വി എല്ലിനെ ഞാൻ എങ്ങോട്ടാണ് വരയ്ക്കേണ്ടത്? വി എല്ലിനെ വരയ്ക്കുന്നത് കറണ്ടുമായി കമ്പയർ ചെയ്യുമ്പോൾ അത് ലീഡ് ചെയ്യും. ഇൻഡക്ടറിനുള്ള വോൾട്ടേജ് എന്ത് ചെയ്യും? ലീഡ് ചെയ്യും, അല്ലെങ്കിൽ കറണ്ട് ലാഗിങ് ആണ്. അപ്പൊ അത് ഞാൻ ഇങ്ങോട്ട് വരയ്ക്കണം. 90 ഡിഗ്രി ലീഡ് ചെയ്യുന്ന രീതിയിൽ വരയ്ക്കണം. ഏത് ഡയറക്ഷനിൽ വരയ്ക്കുമ്പോൾ? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നോക്കും. അപ്പൊ 90 ഡിഗ്രി ലീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരയ്ക്കണ്ടേ? വി എൽ 90 ഡിഗ്രി ഇങ്ങനെയല്ലേ ലീഡ് ചെയ്യുക. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എടുക്കണം കേട്ടാ. ക്ലോക്ക് വൈസ് എടുക്കരുത്. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നോക്കുമ്പോഴാണ് ലീഡ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിനെ മുന്നേ വരയ്ക്കണം. ഇനി കപ്പാസിറ്ററിന്റെ എന്താണ്? കപ്പാസിറ്ററിന്റെ അക്രോസ് ഉള്ളതിനെയാണ് വി സി എന്ന് പറയുന്നത്. ഇത് കറണ്ടിന് എന്ത് ചെയ്യുന്നു? ലാഗ് ചെയ്യുന്നു. എത്ര ലാഗ് ചെയ്യും? 90 ഡിഗ്രി. അതായത് കറണ്ടിന്റെ താഴെ വരയ്ക്കാൻ പാടുള്ളൂ. ദിസ് ഇസ് ഇറ്റ്. ഇതാണ് എന്ത്? വി സി. അപ്പൊ ഫേസർ ഡയഗ്രാം ആയി. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സപ്പോസ് ഞാനൊരു കണ്ടീഷൻ വെക്കുകയാണ്, വി എൽ ഗ്രേറ്റർ ദാൻ വി സി എന്ന് എഴുതി. അതായത് വി എൽ വി സിനേക്കാൾ വലുതാണ്. അപ്പൊ വി എല്ലും വി സിയും തമ്മിലുള്ള ഈ ആംഗിൾ എത്ര? 180 ഡിഗ്രി. ശരിയല്ലേ? അപ്പൊ വി എല്ലിന് വി സിയും, വി എല് മേലേക്കും വി സി താഴേക്കല്ലേ? അപ്പൊ ഇതിൽ വി എല് വലുതാണ് താനും. ഇവര് തമ്മിലുള്ള ഫേസ് ആംഗിൾ എത്ര? 180 ഡിഗ്രി. അപ്പൊ വെക്ടർ ആണല്ലോ. അപ്പൊ വെക്ടർ റിസൾട്ടന്റ് എടുക്കുമ്പോൾ ഇതിന് എന്ത് വരും? റിസൾട്ടന്റ് ആരുടെ ഡയറക്ഷനിൽ വരും? വി എല്ലിന്റെ ഡയറക്ഷനിൽ വരും. ആ റിസൾട്ടന്റിന്റെ വാല്യൂ എന്തായിരിക്കും? വി എൽ മൈനസ് വി സി. ഓക്കെ, അപ്പൊ നമുക്ക് 3 വെക്ടേഴ്സ് ഉള്ള പ്രോബ്ലം എന്തായിട്ട് മാറി? 2 വെക്ടർ ഉള്ള ഒരു പ്രോബ്ലം ആയിട്ട് മാറി. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റിസൾട്ടന്റ് കാണാൻ പറഞ്ഞ് എന്ത് ചെയ്താൽ മതി? ഇനി ഇവരുടെ തമ്മിലുള്ള റിസൾട്ടന്റ് എടുത്താൽ പോരെ മക്കളെ? വി ആറിന്റെയും വി എൽ മൈനസ് വി സിന്റെ റിസൾട്ടന്റ് എടുത്താൽ പോരെ? അങ്ങനെ എടുക്കുമ്പോൾ എന്ത് വരും? ഇതാണ് എന്ന് പറയുന്നത് റിസൾട്ടന്റ് വി. അതെങ്ങനെയാ കണ്ടുപിടിക്കുക? നമ്മുടെ കയ്യിൽ മെത്തേഡ് ഉണ്ടല്ലോ. വി എന്ന് പറയുന്നത് എന്തായിരിക്കും? വി സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? വി ആർ സ്ക്വയർ പ്ലസ് വി എൽ മൈനസ് വി സി ഹോൾ സ്ക്വയർ. ഇങ്ങനെയല്ല നമ്മൾ റിസൾട്ടന്റ് കാണാം. യെസ്. അപ്പൊ വി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് റിസൾട്ടന്റ് വോൾട്ടേജ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? വി ആർ സ്ക്വയർ പ്ലസ് വി എൽ മൈനസ് വി സി ഹോൾ സ്ക്വയർ. ഇതാണ് ഗിവൺ വോൾട്ടേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇനി ഇവിടെ നിങ്ങൾ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരണം. ഇവിടെ സർക്യൂട്ട് മൊത്തമായും എ സിക്ക് ഓഫർ ചെയ്യുന്ന ഒരു എന്തുണ്ട്? ഒപ്പോസിഷൻ ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇംപിഡൻസ്. ഇപ്പൊ റെസിസ്റ്റർ ഓൺലി സർക്യൂട്ട് ആണെങ്കിൽ അത് റെസിസ്റ്റൻസ് ആയിരുന്നു. കപ്പാസിറ്റർ ഓൺലി സർക്യൂട്ട് ആണെങ്കിൽ അത് കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണ്. ഓക്കെ, ഇവിടെ എല്ലാത്തിൻ്റെയും കോമ്പിനേഷൻ ആയതുകൊണ്ട് ഈ നെറ്റ് ഒപ്പോസിഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇംപിഡൻസ്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് Z is equal to root of R square plus XL minus XC all square. This is the equation. This equation to find the impedance. Clear അല്ലേ? ഇപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായില്ലേ? സിമ്പിൾ അല്ലേ? LCR സർക്യൂട്ട് ഇത്രയും ഫണ്ടമെന്റൽ ആയിട്ട് നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. ഇനി ഞാനൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഇവിടെ നമ്മൾ പറയാൻ പോകുന്ന ഒരു ഐഡിയ ആണ് എന്ത്? ഇലക്ട്രിക് റെസൊണൻസ് എന്ന് പറയുന്ന ഐഡിയ. വാട്ട് യു മീൻ ബൈ ഇലക്ട്രിക് റെസൊണൻസ്? അപ്പോൾ ഇലക്ട്രിക് റെസൊണൻസ് എന്ന് പറഞ്ഞ ഐഡിയ ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾ പഠിച്ചല്ലോ, അതായത് ഇംപിഡൻസ് ഓഫ് ദ സർക്യൂട്ട്. സർക്യൂട്ടിന്റെ ഇംപിഡൻസ് എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ നമ്മൾ ഇപ്പം തന്നെ പഠിച്ചല്ലോ. എന്താണ്? ഇറ്റ് ഈസ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ഹോൾ സ്ക്വയർ.
ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു ഐഡിയ പറയാണ്. വെനെവർ എപ്പോഴെങ്കിലും, അതായത് നിങ്ങൾ ഒരു എക്സലും എക്സിയും അതെന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആണ്, മറ്റത് കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണ്. ഓക്കെ, അപ്പൊ ഈ എക്സലിന്റെ വാല്യൂ എക്സിന്റെ വാല്യൂ ഈക്വൽ ആയാൽ എന്ത് സംഭവിക്കും? വാട്ട് ഹാപ്പൻസ് വെൻ എക്സൽ ഈക്വൽ ടു എക്സി? ഇപ്പൊ എക്സൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒമേഗ എൽ. എക്സി എന്ന് പറഞ്ഞാൽ എന്താ? 1/ഒമേഗ സി. അപ്പോൾ ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/LC, ഒമേഗ ഇസ് ഈക്വൽ ടു 1/√LC. അങ്ങനെയാണെങ്കിൽ ഒമേഗനെ നമ്മൾ എന്ത് എഴുതാം? 2πf ഇസ് ഈക്വൽ ടു 1/√LC. എഫ് ഇസ് ഈക്വൽ ടു എന്താണ്? 1/2π ഇൻറ്റു √LC. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഗിവൺ ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ശ്രദ്ധിക്കാട്ടാ, നിങ്ങളുടെ കയ്യിലുള്ള ഗിവൺ ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജിന്റെ ഫ്രീക്വൻസി നിങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാറ്റി മാറ്റി മാറ്റിയ ഫ്രീക്വൻസി, അതിന്റെ ഗ്രാഫാണ് ഈ കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജിന്റെ ഫ്രീക്വൻസി നിങ്ങൾ വേരി ചെയ്യാൻ. അങ്ങനെ വേരി ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇൻഡക്റ്റീവ് റിയാക്ടൻസ് മാറും, കപ്പാസിറ്റീവ് റിയാക്ടൻസ് മാറും. അങ്ങനെ ഇത് കൂടി കൂടി ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി എത്തുമ്പോൾ കോൾഡ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? റെസണന്റ് ഫ്രീക്വൻസി. എന്താ പേര്? റെസണന്റ് ഫ്രീക്വൻസി. ഈ റെസണന്റ് ഫ്രീക്വൻസി എത്തുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഇൻഡക്റ്റീവ് റിയാക്ടൻസും കപ്പാസിറ്റീവ് റിയാക്ടൻസും എന്തായിട്ട് മാറും? ഈക്വൽ ആയിട്ട് മാറും. ആ ഒരു ഫ്രീക്വൻസിയിൽ മാത്രമേ ഈക്വൽ ആവുള്ളൂ. പറഞ്ഞു മനസ്സിലായോ? അപ്പോഴെന്ത് സംഭവിക്കും? അപ്പോഴെന്താണ്? ആ ഫ്രീക്വൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? എന്താ അതിന്റെ പേര് പറഞ്ഞേ? റെസണന്റ് ഫ്രീക്വൻസി. അപ്പൊ അപ്ലൈഡ് വോൾട്ടേജിന്റെ ഫ്രീക്വൻസി നിങ്ങൾ മാറുന്നു. ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഇൻഡക്റ്റീവ് റിയാക്ടൻസിന്റെ ഫ്രീക്വൻസിയും കപ്പാസിറ്റീവ് റിയാക്ടൻസിന്റെ ഫ്രീക്വൻസിയും ഈക്വൽ ആവുള്ളൂ. ദാറ്റ് ഈസ് വാട്ട് വി കോൾഡ് ആസ് റെസണന്റ് ഫ്രീക്വൻസി. ആ റെസണന്റ് ഫ്രീക്വൻസിയിൽ എന്ത് സംഭവിക്കും? ഈ ഇൻഡക്റ്റീവ് റിയാക്ടൻസും കപ്പാസിറ്റീവ് റിയാക്ടൻസും ഈക്വൽ ആവും. ക്ലിയർ അല്ലേ? അങ്ങനെ ഈക്വൽ ആവുമ്പോൾ എന്ത് സംഭവിക്കും? സെഡിന്റെ വാല്യൂ ഏറ്റവും മിനിമം ആയിട്ട് മാറും. അതായത് സെഡിന്റെ വാല്യൂ ആറിനോട് ഈക്വൽ ആവും. കാരണം എക്സലും എക്സിയും പരസ്പരം ക്യാൻസൽ ചെയ്ത് പോയി ആ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ. അപ്പൊ സർക്യൂട്ടിലെ കറണ്ട് എന്തായിട്ട് മാറും? മാക്സിമം കറണ്ടിലേക്ക് മാറും. സർക്യൂട്ടിലെ കറണ്ട് എന്തായിട്ട് മാറും? മാക്സിമം കറണ്ട് ആയിട്ട് മാറും. ദിസ് ഇസ് വാട്ട് വി കോൾഡ് ആസ് റെസണൻസ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റെസണൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നോക്കിയേ, ഫ്രീക്വൻസി നിങ്ങൾ വേരി ചെയ്തു. ഫ്രീക്വൻസി വേരി ചെയ്യുന്നതിനനുസരിച്ച് സർക്യൂട്ടിലെ കറണ്ട് മാറി മാറി റെസണന്റ് ഫ്രീക്വൻസി എത്തിയപ്പോൾ, റെസണന്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞ ഗ്രാഫ് നോക്കാട്ടെ, NCERT ഗ്രാഫാണ്. ω0 റെസണന്റ് ഫ്രീക്വൻസി ω0 എത്തിയപ്പോൾ ഈ കർവ് എന്തായി? പീക്കിനെ തൊട്ടത് കണ്ടോ? അതായത് സർക്യൂട്ടിലെ കറണ്ട് എന്തായിട്ട് മാറി? ഏറ്റവും മാക്സിമം ആയി മാറി. സർക്യൂട്ടിലെ കറണ്ട് എന്തായിട്ട് മാറാണ്? ഏറ്റവും മാക്സിമം ആയിട്ട് മാറാണ്. ക്ലിയർ അല്ലേ? ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെസണൻസ് എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ. അപ്പോൾ ഇതാണ് നമുക്ക് റെസണൻസിനെ പറ്റി പറയാനുള്ളത്. എല്ലാവർക്കും പിടികിട്ടി. റെസണന്റ് ഫ്രീക്വൻസി പഠിക്കണം, റെസണൻസിന്റെ സമയത്ത് ഇമ്പിഡൻസിന് എന്ത് പറ്റുന്നു എന്ന് പഠിക്കണം, റെസണൻസിന് സമയത്ത് ഇമ്പിഡൻസിന്റെ വാല്യൂ എന്താണെന്ന് പഠിക്കണം. പറഞ്ഞു മനസ്സിലായോ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് പോവാം, ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. കൂടുതൽ ഐഡിയ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയണേ? ടു എൻ AC പവർ സപ്ലൈ ഓഫ് 220 volt at 50 Hz, a resistance of 20 ohm and a capacitor of reactance 25 ohm and inductor of reactance 45 ohm are connected in series. അപ്പോൾ സീരീസ് LCR സർക്യൂട്ട് ആണ്. എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് ഞാൻ എഴുതാം കേട്ടോ. ഓക്കെ, ആറിന്റെ വാല്യൂ 20 ohm, കപ്പാസിറ്റീവ് റിയാക്ടൻസ് 25 ohm, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് 45 ohm. ഓക്കെ, ആർ കണക്റ്റഡ് ഇൻ സീരീസ്. The corresponding circuit current and phase angle between the current and voltage. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. യെസ്. അപ്പോൾ ഇവിടെ R is equal to തന്നിട്ടില്ലേ? അപ്പോൾ കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഇമ്പിഡൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇമ്പിഡൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താ? ഇമ്പിഡൻസ് കാണാനുള്ള ഇക്വേഷൻ R is equal to Z is equal to √R square plus XL minus XC whole square. ശരിയല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. what is R square? 20ന്റെ സ്ക്വയർ. XL minus XC എന്ന് പറയുമ്പോൾ എന്ത് വരും? ശ്രദ്ധിക്കുക, 45 minus 25 whole square. അപ്പോൾ Z എന്തായിരിക്കും? √20 square plus 20 square അല്ലേ? അപ്പോൾ ആൻസർ എന്ത് കിട്ടും? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഇറ്റ് ഈസ് 20√2. അപ്പോൾ Z കിട്ടി. Z കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി കറണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. കറണ്ട് എന്താ? IRMS is equal to VRMS by Z. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, IRMS എന്താ? VRMS. an AC സപ്ലൈ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, AC സപ്ലൈ ഓഫ് 220 വോൾട്ട് എന്ന് പറഞ്ഞ് തരുന്നത് RMS വാല്യൂ എന്ന് മനസ്സിലാക്കുക. പീക്ക് വാല്യൂ ആണെങ്കിൽ അവർ എടുത്തു പറയും. AC-നെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ സാധാരണഗതിയിൽ എന്താ ഉപയോഗിക്കുക? RMS വാല്യൂ ആണ് ഉപയോഗിക്കുക. ക്ലിയർ അല്ലേ? ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, തന്നിരിക്കുന്നത് എന്താണ്? AC-ന്റെ RMS വോൾട്ടേജ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ക്ലിയർ?
യെസ്. അപ്പോൾ RMS വോൾട്ടേജിന്റെ സ്ഥാനത്ത് ഇവിടെ എന്ത് എഴുതും? 220 ഡിവൈഡഡ് ബൈ സെഡിന്റെ സ്ഥാനത്ത് എന്ത് എഴുതും? 20√2. അപ്പോൾ ഈ ഇതും രണ്ടും കട്ടായി പോയി. നമുക്ക് എന്ത് കിട്ടി? 11 ബൈ അല്ലേ 11/√2. ഇതാണ് എന്ന് പറയുന്നത് കറണ്ടിന്റെ വാല്യൂ. 11/√2 നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക 7.8 ആംപിയർ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഭാഗം കഴിഞ്ഞു, കറണ്ട് കണ്ടുപിടിച്ചു. ഇനി എന്താണ് ഫേസ് ആംഗിൾ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അപ്പോൾ ഫേസ് ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഐഡിയ ശ്രദ്ധിക്കുക. ഫേസ് ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഐഡിയ ഈ ഒരു സ്ലൈഡ് ശ്രദ്ധിച്ചേ. ഈ കറണ്ട് ഇതല്ലേ വോൾട്ടേജിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഫേസർ, ഇതല്ലേ കറണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഫേസർ. ഇവർക്കിടയിലുള്ള ഈ ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫേസ് ആംഗിൾ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? LCR സർക്യൂട്ടിൽ. അപ്പോൾ ആ ഫേസ് ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് പഠിക്കുക. ഫേസ് ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? tan phi is equal to XL minus XC divided by R. This is the equation. ഇതാണ് ഇക്വേഷൻ ട്ടാ. XL minus XC divided by R. അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും? tan phi is equal to നമുക്ക് എന്ത് കിട്ടും? XL minus XC എത്രയാ? 45 minus 25 20. R എത്രയാ? 20. കട്ട് ചെയ്ത് പോയി 1. സോ വാട്ട് ഈസ് 5? 45 ഡിഗ്രി. കഴിഞ്ഞ പരിപാടി. ഓക്കെ. ഉത്തരം എന്താണ്? മൂന്നാമത്തെയാണ് ഉത്തരം. അപ്പം എല്ലാവർക്കും പിടികിട്ടിയില്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എന്താ പറയണേ? an ഇൻഡക്റ്റീവ് കോയിൽ. ശ്രദ്ധിക്കാട്ടാ, ഒരു ഇൻഡക്റ്റീവ് കോയിൽ ഉണ്ട്, അതിന്റെ റെസിസ്റ്റൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ പ്യുവർ ഇൻഡക്ടർ അല്ല. പ്യുവർ ഇൻഡക്ടറിന് റെസിസ്റ്റൻസ് ഒന്നും ഉണ്ടാവില്ല. ഒരു ഇൻഡക്റ്റീവ് കോയിൽ, ആ ഇൻഡക്റ്റീവ് കോയിലിന് റെസിസ്റ്റൻസ് ഉണ്ട്. റെസിസ്റ്റൻസ് ഉണ്ടെന്ന് പറഞ്ഞ റിയാക്ടൻസ് ഇല്ല എന്ന് അർത്ഥമില്ല കേട്ടോ. എല്ലാ കോയിലുകൾക്കും എന്തുണ്ടാവും? റിയാക്ടൻസ് ഉണ്ടാവും. സോ ഇറ്റ് വിൽ ഹാവ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. അതിനെപ്പറ്റി ക്വസ്റ്റ്യൻ ഒന്നും പറഞ്ഞിട്ടില്ല. when an AC signal of frequency, ഇവിടെ ഞാനൊരു AC സിഗ്നലിന്റെ ഫ്രീക്വൻസി കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? ഒമേഗ അല്ലാട്ടാ, തന്നിരിക്കുന്ന F ആണ്. ഈ സപ്ലൈ ടു ദ കോയിൽ വോൾട്ടേജ് ലീഡ്സ്. അപ്പോൾ വോൾട്ടേജ് ലീഡ്സ് ദ കറണ്ട് ബൈ എ ഫേസ് ആംഗിൾ ഓഫ് എത്രയാണെന്നാ പറയണേ? 45 ഡിഗ്രി ആണെന്നാ പറയണേ. അതായത് വോൾട്ടേജ് കറണ്ടിനെ എത്ര ഡിഗ്രി ലീഡ് ചെയ്യുന്ന പറയണേ? 45 ഡിഗ്രി ലീഡ് ചെയ്യുന്ന പറയണേ. അപ്പോൾ നേരത്തെ ക്വസ്റ്റ്യനിൽ എല്ലും സി ഒക്കെ ഉള്ളത് കൊണ്ടാണ് tan phi നെ നമ്മൾ എന്തെന്ന് എഴുതിയത്? XL minus XC by R എന്ന് പറഞ്ഞ് എഴുതിയത്. അപ്പോൾ ഈ കേസിൽ നമ്മൾ എന്തെന്ന് എഴുതും? ഈ കേസിൽ വളരെ സിമ്പിൾ ആയിട്ട് എഴുതാം. എന്താണ്? tan phi എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിളി എന്താണ്? XL by R ആണ് ഈ കേസിൽ. ക്ലിയർ? അപ്പൊ അവിടെ ഇതെല്ലാവരും ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? XL-ഉം XC-യും R ഒക്കെ ഉള്ളത് കൊണ്ടാണ് tan phi നെ നമ്മൾ എന്താണ് LCR സർക്യൂട്ടിൽ XL minus XC by R എന്ന് പഠിച്ചത്. പക്ഷെ ഇവിടെ ആര് മാത്രമേ ഉള്ളൂ? ഇൻഡക്ടർ മാത്രമേ ഉള്ളൂ. അപ്പൊ tan phi എന്ന് പറഞ്ഞാൽ സിമ്പിളി എന്തായിരിക്കും? XL by R എന്ന് മാത്രമേ ഉള്ളൂ. ക്ലിയർ അല്ലേ? മനസ്സിലാക്കുക. ഇൻഡക്ടർ വിത്ത് റെസിസ്റ്റർ എന്ന് പറയുന്നത് അത് എന്താണ്? ബേസിക്കലി അതൊരു LR സർക്യൂട്ടാണ്, കപ്പാസിറ്റർ ഇല്ലാത്ത സർക്യൂട്ടാണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് വരാം. tan 45 is equal to XL by R. tan 45ന്റെ വാല്യൂ എത്രയാണ്? 1. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി XL-ന്റെ വാല്യൂ R-ന്റെ വാല്യൂ ഈക്വൽ ആവണം. ഇനി L കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എനിക്ക് കിട്ടിയ ഐഡിയ ഇതാണ്. XL equal to R. XL-നെ എങ്ങനെ എഴുതാം? XL-നെ എങ്ങനെ എഴുതാം? നേരിട്ട് എഴുതി കൂടെ? XL-നെ നമ്മൾ എന്തെന്ന് എഴുതാം? ഒമേഗ L equal to R. ഒമേഗനെ എന്തെന്ന് എഴുതാം? 2πfL equal to R. അപ്പൊ L എന്തായിരിക്കും? R divided by 2πf. Now സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് കിട്ടും? R-ന്റെ വാല്യൂ എത്രയാ? 100 divided by 2π into F-ന്റെ വാല്യൂ എത്രയാ? 1000. കട്ട് ചെയ്ത് പോയി. ഉത്തരം പെട്ടെന്ന് കിട്ടി. 1/20π. That's it. സിമ്പിൾ ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലേ? അപ്പോൾ മനസ്സിലാക്കുക, ഇക്വേഷൻ ഫേസ് ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഒക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, LCR സർക്യൂട്ട് ആണെങ്കിൽ ഇത് പഠിക്കുക, വെറും LR സർക്യൂട്ട് ആണെങ്കിൽ XL by R എന്ന് പഠിക്കുക. ഇനി അതൊരു CR സർക്യൂട്ട് ആണെങ്കിൽ XC by R ആണെന്ന് പഠിക്കുക. ക്ലിയർ അല്ലേ? യെസ്. ഇനി നമുക്ക് എന്തിലേക്ക് പോവാം? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എന്താ ഈ ചോദ്യം പറയുന്നത്? An AC circuit contains a resistance of 1 kilo ohm, capacitor 0.1 microfarad and inductor 1 millihenry. അങ്ങനെയാണെങ്കിൽ എന്താ പറയുന്നത്? Are connected in series, nothing but series LCR circuit. The resonant frequency of the circuit. സർക്യൂട്ടിന്റെ resonant frequency എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കി കഴിഞ്ഞാൽ കിലോ ഹെർട്സിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ F ആണ് കാണാൻ പറഞ്ഞേക്കുക, ഒമേഗ അല്ല. F കാണാനുള്ള ഇക്വേഷൻ എന്താ?
f0 is equal to 1/2 pi into root LC. ഇത് റീസെന്റ് ചോദിച്ച ചോദ്യമാണ് ടരീറ്റിന്. അപ്പൊ f0 is equal to 1/2 pi into root LC. L എത്രയാ? റെസിസ്റ്ററിന് ഇവിടെ ഒരു റോളും ഇല്ലല്ലോ റെസൊണന്റ് ഫ്രീക്വൻസിയിൽ. അപ്പൊ എന്താ? യെസ്, കപ്പാസിറ്ററിന്റെ എല്ലിന്റെ വാല്യൂ എത്രയാ? 1 into 10 raised to -3. ഇതിന്റെ വാല്യൂ എത്രയാ? 0.1 into 10 raised to -6. അപ്പൊ ഞാനിത് ചെയ്യുന്നത് നിങ്ങളൊന്ന് നോക്കിക്കോട്ടെ. സിമ്പിൾ ആണ്, കാൽക്കുലേഷൻ ഉള്ളൂ. ആ കാൽക്കുലേഷൻ പാട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതിനെ 10 raised to -3 തന്നെ ഞാൻ എഴുതി. ഈ 0.1 into 10 raised to -6 ഞാൻ എന്ന് എഴുതി 10 raised to -7 എന്ന് എഴുതി. ഇപ്പൊ ഇത് എന്ത് വേണ്ടി? f0 is equal to 1/2 pi into റൂട്ടിനുള്ളിൽ എന്ത് വന്നു? 10 raised to -10 വന്നു. -3 + -7. അപ്പൊ ഇവിടെ എന്ത് വന്നു? 1/2 pi into റൂട്ട് എടുക്കുമ്പോൾ എന്ത് വരും? 10 raised to -10ന്റെ റൂട്ട് എടുക്കുമ്പോൾ 10 raised to -5. ഗോട്ട് ഇറ്റ്? യെസ്. അങ്ങനെയാണെങ്കിൽ ഇത് എന്ത് വരും? f0 is equal to 10 raised to -5 മേലേക്ക് പോകുമ്പോൾ എന്താവും? 10 raised to +5/2 pi. പിന്നെ ഞാനൊന്ന് മാറ്റി എഴുതാണ്. 100 into 10 raised to 3. ഇങ്ങനെ എഴുതി കൂടെ? 10 raised to 5 divided by 2 pi. ഇനി 100നെ അത്രയും ഹെഡ്സ്, 100നെ 2 pi കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് 15.9 into 10 raised to 3 ഹെഡ്സ്. അതെന്താണ്? 15.9 കിലോ ഹെഡ്സ്. ദാറ്റ്സ് ഇറ്റ്. ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കാൽക്കുലേഷൻ പാർട്ട് മാത്രമാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി തന്നിട്ടുണ്ട്. നോക്കാട്ടാ. അടുത്തേക്ക് പോവാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? using a variable frequency AC voltage source, the maximum current amplitude in the given LCR circuit is the maximum current amplitude. ശ്രദ്ധിക്കാട്ടാ. യൂസിങ് എ വേരിയബിൾ ഫ്രീക്വൻസി. അപ്പോൾ ഇവിടെയുള്ള AC-ന്റെ ഫ്രീക്വൻസി വേരിയബിൾ ഫ്രീക്വൻസി ആണ്. യൂസിങ് എ വേരിയബിൾ ഫ്രീക്വൻസി AC വോൾട്ടേജ്, ദ മാക്സിമം കറണ്ട് ആംപ്ലിറ്റ്യൂഡ് ഇൻ ദ ഗിവൺ LCR സർക്യൂട്ട്. അപ്പൊ മാക്സിമം കറണ്ട് ആംപ്ലിറ്റ്യൂഡ് ഈ ടേം നോക്കാട്ടാ. മാക്സിമം കറണ്ട് ആംപ്ലിറ്റ്യൂഡ്. മാക്സിമം കറണ്ട് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇറ്റ് ഈസ് ഹാപ്പൻസ് അറ്റ് റെസണൻസ്. മാക്സിമം കറണ്ട് ആംപ്ലിറ്റ്യൂഡ് നടക്കുന്നത് എപ്പോഴാണ്? റെസണൻസിലാണ് നടക്കുന്നത്. ഓക്കെ, ഇപ്പൊ മാക്സിമം കറണ്ട് ആംപ്ലിറ്റ്യൂഡ് തന്നിട്ടുണ്ട്. Imaxന്റെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 50 മില്ലി ആംപിയർ. ഓക്കെ, ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. V is equal to 5 sin 100t. The value of L and R are shown in figure. The capacitance. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരുപാട് തലപോക്കേണ്ട, ഇത്ര മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. മാക്സിമം കറണ്ട് സർക്യൂട്ടിൽ കിട്ടുന്നു എന്നല്ലേ പറയണം. അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വിചാരിക്കുമോ നമ്മൾ ആദ്യം Z കണ്ടുപിടിക്കണം, പിന്നെ R കണ്ടുപിടിക്കണം, അങ്ങനെയൊക്കെ പോകണമെന്ന് വിചാരിക്കും. അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. എന്താ പറയണേ? മാക്സിമം റെസണൻസ്, മാക്സിമം കറണ്ട് കിട്ടുന്ന എപ്പോഴാണ്? റെസണൻസിലാണെന്ന് പറയുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദ കപ്പാസിറ്റൻസിന്റെ വാല്യൂ കാണാൻ പറഞ്ഞാൽ ആ റെസണന്റ് ഫ്രീക്വൻസിന്റെ ഐഡിയ നിങ്ങൾ യൂസ് ചെയ്താൽ മതി. എന്താ റെസണന്റ് ഫ്രീക്വൻസിന്റെ ഐഡിയ? ω0 is equal to 1/√LC. ഇതല്ലേ നമ്മൾ റെസണന്റ് ഫ്രീക്വൻസിന്റെ ഇക്വേഷൻ എടുത്തത്. ആ ഇക്വേഷൻ എടുക്കാം. ഓക്കെ, മാക്സിമം കറണ്ട് വരുന്നത് റെസണന്റ് ഫ്രീക്വൻസിയിലാണെന്ന് ആദ്യം മനസ്സിലാക്കാം. ആ റെസണന്റ് ഫ്രീക്വൻസി ആയിരിക്കുന്ന സമയത്ത് ദാറ്റ് പർട്ടിക്കുലർ വാല്യൂ ω0, അപ്പോഴത്തെ C എത്രയാണെന്നാണ് ചോദ്യം. പറഞ്ഞ് മനസ്സിലായോ? ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ω0? യെസ്, പിന്നെ വാല്യൂ എത്ര വരണേ? ω0 സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും? ω² is equal to 1/LC. C എന്തായിരിക്കും? 1/ω²L. ശരിയല്ലേ? അപ്പോൾ 1/ω² എത്ര? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ω²? യെസ്, ω²ന്റെ വാല്യൂ എത്രയാണ്? 100ന്റെ സ്ക്വയർ ഇൻറ്റു L. L എത്രയാണ് തന്നേക്കണേ? 2. യെസ്. അപ്പോൾ നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വരും? 1/10⁴ into 2. 1/2 എത്രയാ? 0.5. 0.5 into 10⁻⁻⁴. ഇതിനെന്തെന്ന് എഴുതാം? 50 into 10⁻⁻⁶. അത്രയും ഫാരഡ് അല്ലേ? അപ്പോൾ 6C വാല്യൂ എത്രയാ? 50 മൈക്രോ ഫാരഡ്. ഗോട്ട് ഇറ്റ്?
അപ്പോൾ എല്ലാവർക്കും പിടികിട്ടിയില്ലേ? അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ACയിൽ ഡിസ്കസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞു. എല്ലാ ക്വസ്റ്റ്യൻസും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 21-ാം തീയതി വരുന്ന നീറ്റ് എക്സാം തകർത്തെഴുതുക. താങ്ക് യു. അടുത്തൊരു ചാപ്റ്ററുമായിട്ട് ഞാൻ വീണ്ടും വരാം.